മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കഥകൾ ചൊല്ലി അതങ്ങനല്ലടാ. ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും പറയൂല. പറയടാ. ശരിയാണ്. പയ്യനും സ്കെച്ച് ഇടുന്നുണ്ടോ? അകത്ത് കിടക്കുന്ന ടാസ്കാ. അവനെ നമ്മുടെ തന്നെ കിട്ടുവാണ്. ഹാക്കർ ശരിയാണ്. അവനെ കൊല്ലണ്ട. സേതുണ്ണ നേരിട്ട് വരുന്നുണ്ട്. ഞല്ലൊക്കെയാടാ മോനെ. അല്ലെങ്കിൽ അണ്ണൻ നേരിട്ട് വരില്ല. അണ്ണനാരെ നേരിട്ട് പോയി കാണാറുമില്ല. അങ്ങനെ കാണുന്നുണ്ടൽ അവൻ്റെ കാര്യം പോക്കാം. സേതുണ്ണ അത്ര പെട്ടെന്നൊന്നും നിന്നെ കൊല്ലതല്ല. ചത്ത് കിടക്കുമ്പോൾ നിന്റെ കോലം കണ്ടപ്പെട്ട തള്ള പോലും തിരിച്ചറിയില്ല.
ഇതാണ് ഞാനാണ് ഈ കഥയിലെ നറേറ്റർ. ജീവിതം ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. ഒരിക്കലും നേടിയെടുക്കുമെന്ന പ്രത്യാശയിൽ പലതും ചെയ്തു കൂട്ടാൻ നമ്മൾ പഠിക്കാറുണ്ട്. അത്തരത്തിലൊരു ജീവിതമാണ് ഇപ്പോൾ എൻ്റെ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഭക്ഷണം ഞാൻ തന്നെയാണ് പാചകം ചെയ്യാറ്. ചിലവ് ചുരുക്കാനാണെന്ന് വേണേ പറയാം. നല്ല ഫുഡ് പറഞ്ഞ എൻ്റെ കെയർടേക്കർ എനിക്ക് എത്തിച്ചു തരും. എന്നാലും ഞാനതിന് മുതിരാറില്ല. പാചകത്തിൽ കമ്പമുള്ളതുകൊണ്ടല്ല, എന്തോ സമയം പോകാനുള്ളൊരു ഹോബി. കണ്ടില്ലേ, ഒരു ഓംലെറ്റ് പോലും നേരെ ചുവ മറിക്കാൻ അറിയാത്ത ഞാനൊക്കെ എന്ത് പാചകം ചെയ്യാൻ. ഞാൻ പത്രം വേണമെന്ന് പറയാറുണ്ട്. ഡെയിലി ഡോസേജ് ഓഫ് കറണ്ട് അഫെയർസ്. ലോകവിവരം കൂടാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല. തർക്കിക്കണ്ട, വേറെ ഇല്ല. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും. ഇതാണ് എൻ്റെ പരീക്ഷണശാല. ഞാൻ എഴുതും. ഇപ്പോൾ എഴുതുന്നത് ജേണലാണ്. വേസ് ടു കീപ് മൈസെൽഫ് സെയിം. പക്ഷെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? അത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നിൻ്റെ ലൈഫിലെ ഈസിയസ്റ്റ് 25 lakhs ആയിരിക്കും ഇത്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ജവാദ് ഇപ്പോൾ വരും. ഇനി മുതൽ ജവാദായിരിക്കും നിൻ്റെ കെയർടേക്കർ. എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യും. ദെയർ വിൽ ബി സർവൈലൻസ്. ഗേറ്റിന് പുറത്തേക്ക് വരാൻ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടാവരുത്. നോ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് നെയ്ബേഴ്സ്, ഫ്രണ്ട്സ് ഓർ എനിവൺ. സോഷ്യലൈസ് ഓൺലൈൻ. പിന്നെ ഡെയിലി ജേർണൽസ് മറക്കരുത്. 20K മന്ത്ലി. സ്പെൻഡ് ഇറ്റ് വൈസ്ലി. 1 വർഷമാണ് എൻ്റെ കാലാവധി. ഇതാണെൻ്റെ ലോകം. ഈ വീട് ഇതാരുടെ വീടാണെന്നോ എനിക്ക് മുമ്പ് ഇവിടെ ആരാണ് താമസിച്ചിരുന്നതെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ വീടാണ്. പെർഫെക്റ്റ് സ്ലീപ്പ് സ്കെഡ്യൂൾ. ഉറങ്ങുന്നതും ഉണരുന്നതും നിശ്ചയിച്ച സമയങ്ങളിൽ തന്നെ. ഉണർന്ന ഉടനെ ഒരു മൈൽഡ് വർക്കൗട്ട് വിത്ത് മെഡിറ്റേഷൻ, അത് നിർബന്ധമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ. രാവിലെ 3 ബ്രെഡ്, ഒരു ഓംലെറ്റ്, ചിലപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ്. ഗ്രോസറി 20 രൂപ. അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഫോർ 5 days a week. അപ്പോൾ മന്ത്ലി 800 രൂപ. ഉച്ചഭക്ഷണം ഇറ്റ് വേരീസ്. മനസ്സിൽ തോന്നുന്നത് എന്തോ അത്. ചിലപ്പോൾ ജവാദ്കയെ കൊണ്ട് മേടിപ്പിക്കും. പിന്നെ വീക്ക്ലി 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ വിത്ത് നോൺ വെജ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 4000 രൂപ. കുറിക്കാനുള്ളത് അച്ചപ്പം, ചിപ്സ്, മുറുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എല്ലാം കൂടെ ഒരു 2000 രൂപയിലും കൂടി. പിന്നെ ചവറ് കണക്കിന് ബുക്സ്. വില നോക്കാൻ നിൽക്കാറില്ല. ഇഫ് സംതിങ് കീപ്സ് യു ഔട്ട് ഓഫ് ഇൻസൈനിറ്റി, ദോസ് ആർ പ്രൈസ്ലെസ്, ആറന്തേ. അപ്പോൾ ഒരു മാസം അപ്രോക്സിമേറ്റ് ഒരു 10000 രൂപ ചിലവ്. ബാക്കി അടുത്ത മാസത്തേക്ക് ആടോ. ഇതാണ് എൻ്റെ കണക്കൂട്ടൽ. 2 മാസം എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. പിന്നീടാണ് ഞാൻ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. ശരി. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായില്ല. മെഡിറ്റേഷൻ, മെഡിക്കേഷൻ.
പക്ഷെ ആ സ്വപ്നങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പറ്റുന്നില്ല ഡോക്ടർ, ഓൺലൈനിൽ സംസാരിക്കാൻ ആരുമില്ല. ഫ്രണ്ട്സൊക്കെ പല വഴിക്ക് പോയതല്ലേ, ആർക്കും എന്നെ ഓർമ്മ കൂടി ഉണ്ടാവില്ല. സ്ട്രേഞ്ചേഴ്സിൻ്റെ പ്രൊഫൈലിൽ പോയി മെസ്സേജ് ഇടാൻ തോന്നുന്നില്ല. എന്നാൽ ഇവിടെ പുറത്തേക്ക് പോകുന്ന വെച്ചാൽ ഐ കനോട്ട് മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഐ നീഡ് ദാറ്റ് ക്യാഷ് ആൻഡ് അമേരിക്കൻ വിസ ടു സെറ്റിൽ. ഏകാന്തത ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്യാൻ പ്രാപ്തനാക്കുമോ എന്തോ. There will be surveillance. ഗേറ്റിന് പുറത്തേക്ക് വരാൻ ഒരു അറ്റംപ്റ്റ് പോലും ഉണ്ടാവരുത്. ചേട്ടാ വെച്ചേ എന്താണൊന്നും മിണ്ടാതെ മടുത്താ? ഒന്നുമില്ല ജവാദ്ക്ക. നീ പറടാ, ഈ മനുഷ്യന്മാരെ കാണാൻ ചോദിക്കുന്ന ഭയങ്കര പാടാ. അതിനൊക്കെ ഒരു വിൽ പവർ വേണം. അതൊക്കെ ഞാൻ ഇപ്പം ടിബറ്റി സന്യാസം. ജവാദ്ക്ക, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഐ ക്യാൻ പേ യു. ആ പറ. അങ്ങനെയാണ് ഞാൻ മദ്യപാനം ആരംഭിക്കുന്നത്. വിവിധ ബ്രാൻഡുകൾ, വിവിധ കുപ്പികൾ. എൻ്റെ മുറിയിൽ CCTV ഇല്ല. മദ്യപിക്കാൻ ടോയ്ലറ്റ് തന്നെയാണ് ഉത്തമം. ഡോക്ടർ എന്നെ ആൽക്കഹോളിക്കായിട്ട് അസസ് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ സൂക്ഷിച്ചേ മതിയാകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജവാദ്കയെ വിളിക്കുന്നൊരു പതിവായി. എന്തിനും ഏതിനും. ഇരുട്ടിന്റെ മറവിൽ അവരുടെ ദാസനെ കൊന്നു. ഡേയ് വെട്ടുവാണ് ചിരിട്ടിനെ പറയില്ല. രണ്ടും ഒന്നല്ലടാ പൊട്ടാ. അല്ല ദേവ സിനിമയിലെ അത് ഞാൻ എഴുതിയതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഡേയ് അത് ഗിത്താറുള്ളാവോ? ഓ ഗിത്താറല്ല, ഉക്കുലേലേ. വേണമെങ്കിൽ ഓ ഊക്കെന്ന് വിളിക്കാം. ഊക്ക നിന്റെ കൈ വെച്ചിരുന്നാൽ മതി, എൻ്റെ അടുത്ത് തീർക്കണ്ട. നീ ഒന്ന് വായിച്ചേ, ഞാൻ കേൾക്കട്ടെ. അയ്യോ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഉക്കുലേല തന്നെ പഠിക്കാമെന്ന് കരുതി. Quote from Napoleon. What quote? Never interrupt your enemy when he's making a mistake. ഹലോ ഡോക്ടറെ. യെസ്, ഹൗ ആർ യു? നത്തിങ് ന്യൂ. ഊപ്പ കണ്ടുപോകാൻ ഡോക്ടറെ. പിന്നെ ഈയിടെ നിൻ്റെ ജേർണൽസ് ഒക്കെ ഡള്ളാണല്ലോ. എത്ര അവേഴ്സ് നീ ടോയ്ലറ്റ് സ്പെൻഡ് ചെയ്യുന്നു? ബെയർലി ഔട്ട് ഓഫ് എ റൂം. ഞാൻ അറിയാതെ എന്തെങ്കിലും. വീട് മൊത്തം ക്യാമറയും വെച്ച് ഒരാളെ പൂട്ടിയിട്ട് എടുപ്പിക്കുന്നതും പോരാനിട്ട് അയാൾ ഡെയിലി ബേസിസിൽ ജേർണൽസ് എഴുതി അയക്കണം. അതിനെ പറഞ്ഞ കടുപ്പമല്ലേ? നീ തന്നെയല്ലേ ഡിസൈഡ് ചെയ്തത്. നത്തിങ് കംസ് വിത്തൗട്ട് എ പ്രൈസ്. ആ, നീ വിളിച്ച നന്നായി. എന്നോടൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഈസി ചാറ്റ്. ഇവിടെ അപരിചിതമായി സംസാരിക്കാം. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പുതിയ ആളെ പരിചയപ്പെടാം. നോ കമ്മിറ്റ്മെൻറ്റ്സ്, നോ ടെൻഷൻസ്. ബട്ട് ഇഫ് യു ഗെറ്റ് വെൽ അക്വൈൻറ്റഡ്, ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് പിന്നീടും ചാറ്റ് ചെയ്യാം.
എ വീക്ക് ഓഫ് ബ്ലിസ്. ബോട്ടുകളോട്, ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന സഹോദരി സഹോദരന്മാരോട്, കണ്ണിച്ചോലയില്ലാത്ത ഉള്ളി ഫാൻസ് വേശ്യകളോട്, പിന്നെ ഇടയ്ക്കിടെ പുട്ടിന് തേങ്ങയിടുന്ന പോലെ സമാനമായ ഏകാന്തത നേടുന്ന ചില മനുഷ്യരോട് സംസാരിച്ചു. മദ്യത്തെക്കാൾ ലഹരിയാണോ ഒരു റിലേറ്റബിൾ കോൺവെർസേഷൻ? അങ്ങനെയാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത്. അവൾ ആന്ധ്ര പെണ്ണ്, 19 വയസ്സ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനി. ട്രെൻഡുകളെ പിന്തുടർന്ന അടിമയല്ല, ചിന്തിക്കാൻ വിവേകമുള്ള ധീമതി. നിലവിൽ ബോയ് ഫ്രണ്ട് ബെസ്റ്റീസ് ഒന്നും തന്നെയില്ല. മാതാപിതാക്കളെ അളവറ്റ് ബഹുമാനിക്കാനും എന്നാൽ അവരുടെ തെറ്റായ ആജ്ഞകളിൽ മറുത്തു പറഞ്ഞവരെ തിരുത്താനും കഴിവുള്ള തൻ്റെ അടി. 4 പേരെ കാണുമ്പോൾ വീട്ടുവിശേഷങ്ങൾ നാവിട്ടലച്ച് നാട്ടുപാട്ടാക്കുന്ന വായാടി അല്ലവൾ. കൂടെ നിന്ന് സ്വറ പറയുന്ന കളിക്കൂട്ടുകാരിൽ പലരും മുഖംമൂടിധാരികളാണെന്ന തിരിച്ചറിവിൽ അമിതമായി ഇടപഴക്കം കൂടി കുറച്ച് ദിശനാശാലി. നിജമായ ഏകാന്തത നേരിടുന്ന എനിക്ക്, ആളും പേരും വന്നടിയുന്ന പട്ടണത്തിൽ ഏകാന്തയായി കഴിയുന്ന ഈ ആന്ധ്ര പെണ്ണിനോട് എന്താ ഇത്രമാത്രം അടുപ്പം തോന്നാൻ? ഡോക്ടറെ ഗുഡ് മോർണിംഗ്. ഇരിക്കെ. വിളിച്ചാൽ പോരുന്ന ഡോക്ടറെ, എന്താ അത്ര അത്യാവശ്യമായിട്ട്? അവന് ജസ്റ്റിഫൈയും പിന്നെ ന്യായമുണ്ട്. നീ ഇതെന്ത് ഭാവിച്ച ജവാദേ? എന്താ അറിയില്ലല്ലേ? നിനക്കറിയില്ല. നീ അല്ലാതെ ആരുടെ അവന് മദ്യം വാങ്ങിക്കൊടുത്തേ? യു നോ ഹൗ ഇറ്റ് എഫക്ട്സ്. ഡോക്ടറെ അവനൊരു ആവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാലത് എന്നോട് പറയണം. ഐ ആം ദ വൺ ഹൂ ഡിസൈഡ്സ് വേണോ വേണ്ടെന്നുള്ളത്. മദ്യം തന്നെടാ, വേറെ എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നേ? MDMA, കൊക്കൈൻ എല്ലാം. മാസം അവൻ്റെ കട്ടിൽ നിന്ന് 3000 രൂപ തന്നെ മറിച്ച് വയ്ക്കാൻ വേണ്ടി മാത്രം. വാങ്ങിച്ച പൈസയ്ക്ക് കൂലിയും സാറേ, അതിൻ്റെ കടമയാണ്, ചതിക്കാൻ പറ്റില്ല. ഔട്ട് ഔട്ട്. താങ്ക്സ് ഫോർ യുവർ സർവീസ്. യു ആർ ഫയർഡ്. ആ പറഞ്ഞ വാക്കാ. ഡേയ് എന്നെ പറഞ്ഞു വിട്ടറാ, എൻ്റെ കള്ളുടെ എങ്ങനെ പൊക്കിയിട്ടുണ്ട്. പക്ഷെ പണി എനിക്കാ കിട്ടിയേ. ഇതെന്ത് പാട്, ജോലി പോയത് മിച്ചം. ഹലോ ഡോക്ടർ, എന്നെ പഠിപ്പിച്ച നിയമങ്ങളൊന്നും ഞാൻ ലംഘിച്ചിട്ടില്ല. മദ്യപിച്ച് വരെ മറച്ചു വെക്കേണ്ടി വന്നു. അതിത്ര വലിയൊരു കുറ്റമാണോ?
1 വീക്ക്. നിങ്ങൾക്ക് ഞാൻ നൽകുന്ന സമയം. അതിനുള്ളിൽ ഇവിടെ മദ്യം കിട്ടണം. അതുവരെ ഞാൻ ഈ മുറി വിട്ട് പുറത്തേക്ക് പോകില്ല. ഞാൻ വിചാരിച്ചാൽ ഇവിടെ ചിലതൊക്കെ നടക്കും. Why? Lenderson is a criminal. No, was a criminal. മലേഷ്യയിൽ തൂക്കി കൊന്നെന്ന് അമ്മ പറഞ്ഞു. അമ്മ ഷീ ലെഫ്റ്റ് മീ ടു ദ സ്റ്റേറ്റ്സ്. എന്നെ ഇവിടെ നശിക്കാൻ വേണ്ടി അവർ USA പോയി. എനിക്ക് അവരെ കണ്ട് ചോദിക്കണം എന്നെ എന്തിനിവിടെ തനിച്ചാക്കി വിട്ടുവന്നു. വാട്ട് ഇഫ് ഐ കുഡ് ഹെൽപ്പ് യു? എങ്ങനെ? കൗൺസിലിംഗ്, കൺസൾട്ടിങ്. I want you to play a game. The rules are simple. 2nd September. This day marks my sportsmanship, my valor. ഞാനൊരു തീരുമാനമെടുത്തു. അത് നടപ്പിലാക്കുന്ന ദിവസമാണെന്ന്. നിറയെ വായിച്ചു, എഴുതി. ബാക്ക് ദെൻ ദിസ് വാസ് മൈ ബിസിനസ്. ചേട്ടാ, എനിക്ക് ചേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം. സ്കൂളിലത്തേക്കാ. ഈ വിഷയത്തിൽ ചേട്ടന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചേട്ടൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത്. എന്താ കുട്ടി, ഈ ലോകത്തെ ആരെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കോ? ഹെൽപ്പ് വേണോ? അത്ര ഹെൽപ്പ് അല്ലെങ്കിൽ നീ എന്നെ പറ, ഒരു പുഞ്ചിരി കൂടി നീ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കോ? ഇല്ല. അതന്നെ. പെർമിഷൻ ലെറ്റർ 20, ലീവ് ലെറ്റർ 25, ഹോംവർക്ക് പെർ ക്വസ്റ്റ്യൻ 10, ബിറ്റ് പെർ ക്വസ്റ്റ്യൻ 15, ഇമ്പോസിഷൻ പെർ പേപ്പർ 15, അസൈൻമെൻറ്റ് പെർ പേപ്പർ 20. പിന്നെ ഗ്രാഫും പടവും ഞാൻ വരയ്ക്കത്തില്ല. പിന്നെ ലവ് ലെറ്റർ ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് റേറ്റ് മാറും. കുട്ടിക്ക് എന്താ വേണ്ടേ? ഹലോ, ഹോയ്. ആരായിരുന്നു ആ പെണ്ണ്? അവൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്? അവൾ ഒരിക്കലും വിചാരിച്ചു കാണും ഞാൻ അവൾക്ക് വേണ്ടി ഇങ്ങനെ. ഹേയ്, ഞാനെന്തിനാ ചാവുന്നേ? ഞാൻ ചത്തേ കഥയക്കാരുള്ളൂ.
എല്ലാ പെണ്ണുങ്ങളും തന്നെയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പറ. അല്ലേ നിങ്ങൾ പറയും, ഒരു പാവം ചെക്കനെ പൂട്ടിയിട്ട് പേടിപ്പിക്കുന്നു. കുറച്ച് മദ്യം വേണമെന്ന് പറഞ്ഞു, അതിനിപ്പോൾ എന്താ? സുരേഷേ, നിന്നെ എനിക്ക് അറിയാനുള്ളത് പറയാം. നീ കേട്ടേക്കറാകുമ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. എന്ത് തങ്കം പോലത്തെ പയ്യാണെന്നറിയോ? മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും. അവനെ വിഷമിപ്പിക്കലളിയാ. പാവം, അവനവിടെ കിടന്ന് നരയ്ക്കുന്നുണ്ടാവും. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. അതിനുള്ളിൽ ഇവിടെ മദ്യം കിട്ടണം. അതുവരെ ഞാൻ ഈ മുറി വിട്ട് പുറത്തേക്ക് പോകില്ല. ഹലോ സുരേഷ്, ഡോക്ടറെ, അവ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഒരു 10-100 കോൾ വിളിച്ചാണ്, അവ ഇതുവരെ എടുത്തില്ല. കേറി ഇടിച്ചാലാ. എൻ്റെ ആന്ധ്ര പെണ്ണിന് തിരുവനന്തപുരത്ത് വരും. ആൻഡ് ഐ ആം മീറ്റിംഗ് ഹർ. ബ്രോ, ഐ ആം മീറ്റിംഗ് ഹർ. നോട്ടത്തിൽ ആരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്നല്ല, ലെറ്റർ ചേട്ടനെ കൊണ്ടേ പറ്റൂ. കൊച്ചുന്നല്ലേ, ഓൺ ടൈം. നോർത്ത് വെസ്റ്റ് കോർണർ. അപ്പോൾ അതേ തലവലാതിയാ അവൾ പറഞ്ഞ സീറ്റല്ലേ അത്? ഹായ് ബ്രോ. ബ്രോ, ഈ ടേബിൾ റിസർവ്ഡ് ആണ്, ഒന്ന് മാറി. ലെമൺ ജ്യൂസ്. ബ്രോ, ഈ ടേബിൾ റിസർവ്ഡ് ആണ്. അല്ലല്ലോ സർ, ഇവിടെ ഞാൻ പറയാം. ആ pick up. Hello, I'm at the spot.
ആന്ധ്ര അക്കാഡമി, MCC, ഹിസ്റ്ററി മേജർ. ഹലോ, ഐ എം ആകാശ്. സാർ, യുവർ ഓർഡർ. ഇതുമാതിരി എത്ര പഠിച്ചാണോടാ? ഞാൻ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യും. മച്ചാനെ സോറി, ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല. ചാവിതാടാ. ഇറ്റ് ഹാപ്പൻസ് മാൻ, ഐ എം റിയലി സോറി. ചാവിതാടാ. ആ ഫോണിൽ കോപ്പിടാ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇനി നീ എന്തിനു ചെയ്യും? വീട്ടിൽ പോയി കിടന്ന് മോങ്ങും, അല്ലെങ്കിൽ ജിമ്മിൽ പോവും. ഒരു കാര്യമില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. എനിക്ക് പറയാനോടെ കേൾക്കണം അങ്ങോട്ട്. ലോൺലി ലൈഫാടാ. ഞാനൊരു പ്രോഗ്രാമറാ, ഫ്രീലാൻസർ. അങ്ങനെ ഫ്രണ്ട്സായിട്ട് അധികമൊന്നുമില്ല. നീ ഇപ്പം പറഞ്ഞ അതേ അവസ്ഥ. ആക്ച്വലി ഈസി ചാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ബ്രോ. പക്ഷെ ആണാണെന്ന് പറഞ്ഞാൽ അധികാരം സംസാരിക്കാറില്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം, മനസ്സിലുള്ള വിഷമം അറിയിക്കുക. I never intended to hurt you, man. ചുറ്റിനും ഇത്ര ആൾക്കാരുള്ളപ്പോഴോ നിനക്കൊന്നും ശരിക്കുള്ള ഏകാന്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ബട്ട് ഐ ക്യാൻ റിലേറ്റ്. നിനക്കുണ്ടോ ലവ് ഫെയിലിയർ? Do you smoke? ഇല്ല, ഇല്ല, ഞാൻ മദ്യപിക്കാറില്ല. And what is your intoxication, buddy? ഐ റൈറ്റ്. ഞാൻ എഴുതും. നിനക്ക് എഴുതാൻ നല്ല കഥയായല്ലോ. നല്ല ബെസ്റ്റ് കഥ. പണ്ട് സ്കൂളിലായിരുന്നപ്പോഴേ ഒരു കൊച്ചെന്നെ കാണാൻ വന്നു. എന്നിട്ട് ഞാൻ ഒരു ലെറ്റർ എഴുതി വെച്ച് വെയിറ്റ് ചെയ്ത്. അവളത് വാങ്ങിക്കാൻ വരണമല്ലോ. ചേട്ടാ, 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 ഇത് 200 ഉണ്ട്. ആ ലെറ്റർ തരാൻ പറഞ്ഞു. എടാ പോടാ, അതൊന്നും പറ്റൂല. അവൾ നേരിട്ട് വരാൻ പറയും. അല്ല, ചേച്ചി നാട്ടിലില്ല, നാളെ വരും. നാളെ ഒരു 4:30 ആകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ അടുത്തുനിന്ന് 5ാമത്തെ ബെഞ്ച്. ചേച്ചി അവിടെ കാണും. ചേട്ടാ, ആ ലെറ്റർ നിന്നെങ്കിൽ പോവായിരുന്നു.
താങ്ക്സ് ഏട്ടാ. എന്നിട്ടാണ് വന്ന എങ്ങനെയുണ്ട് കാണാൻ? അതെൻ്റെ ലെറ്ററായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ലെറ്റർ അല്ല, എനിക്ക് വേണ്ടി അവൾ എഴുതിപ്പിച്ച ലെറ്റർ. തെലുങ്ക് പടത്തില്ലാത്ത വെറൈറ്റി ആണല്ലോടെ. എന്നിട്ട് എന്താവാൻ, അവളെ പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല, അവളെ പറ്റി ഞാൻ പിന്നെ കേട്ടിട്ടുമില്ല. അപ്പൊ പയ്യനാ? എനിക്കറിയാൻ പാടില്ല. ഡോൺ വറി മച്ചാ, നിന്നെയും കാത്തി ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ അവൾ കാത്തിരിപ്പുണ്ടാകും. നിന്നെ മറ്റാരും കൊണ്ടുപോയിരിക്കാൻ വേണ്ടി അവൻ തപസ്. എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വിളിക്കല്ല കേട്ടോ. ഞാനിപ്പോൾ അണ്ണൻ്റെ കൂടെയാ, സേതു അണ്ണൻ്റെ കൂടെ. ഞാനിപ്പോൾ ഫുള്ള് ബിസിയാന്നേ. ഇവിടെ ഭയങ്കര തിരക്ക. അണ്ണനോ? അണ്ണൻ പെരിയ ലാലേട്ട ഫാനാ. അണ്ണൻ്റെ നടത്തവും വരവും ഒക്കെ ലാലേട്ടനെ പോലെയാ. നിനക്കറിയോ, അണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കും. അതേത് ലാലേട്ടൻ പടത്തിന്നാന്ന് പറഞ്ഞു അണ്ണൂരത്തിനെ വെറുതെ വിടുന്ന ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. ആടാ നിൽക്കേ അണ്ണാ. ആ അണ്ണൻ വന്നു, വാ പോവാം. ഡേ ഇതിവൻ തന്നെ ഡേ. ഇവ അങ്ങേർക്കുണ്ടായത് തന്നെ അണ്ണ. ഡാ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ഇല്ലല്ലേ, ചത്തുപോയ നിന്റെ തന്തപ്പടിയെ നിന്നെ കാണിക്കാൻ. സേതണ്ണ, മംഗലാപുരത്ത് നിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അരമണിക്കൂർ എത്താൻ പറഞ്ഞു. ഞാൻ ഇപ്പം എത്തുമെന്ന് പറ. അണ്ണൻ വരും, സ്റ്റോക്ക് എടുത്ത് വെച്ചോ. ഡാ സാധനം ഇട്.
മുത്തു സാധനം കിട്ടിയോ? നമ്മുടെ പുതിയ പയ്യ എങ്ങനെയുണ്ട്? ഈ നായിൻ്റെ മോനെ നോക്കിക്കോളൂ. ശരിയാണ്. എന്നാ കുറച്ച് മട്ടൻ സൂപ്പ് എടുക്കട്ടെ, ചൂടോടെ കുടിക്കാൻ. സൂപ്പാ എടുത്തോ. സൈമ നീയും വാ. പറ്റുന്നില്ല ഡോക്ടർ, ഇപ്പോഴും ഒറ്റയ്ക്കാണ്. അത് എന്നെ കുറച്ച് കടുപ്പല്ലേ. എന്നെ ഇവിടെ നശിക്കാൻ വേണ്ടിയിട്ട് യൂസേ പോയി. സ്വപ്നങ്ങൾ, ഡ്രീംസ്, ഇറ്റ് വാസ് ഓൾവേസ് അബൌട്ട് വൺ തിങ്. അലോസരപ്പെടുത്തുന്ന മുഷിഞ്ഞ മോണോട്ടോണസ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് തുറുങ്ക് പോലെ തറച്ചിടുന്ന ശൈലികളിൽ നിന്ന് മറ്റാരോ നിർമ്മിച്ച കോട്ടകളിൽ നിന്നുള്ള രക്ഷപ്പെടൽ, എസ്കേപ്പ്. എടാ, നീ ആരാണ്? നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ സേതുവാണ് നിന്നെ കൊല്ലാൻ പോവാ. പക്ഷെ സേതുവാണ് നേരിട്ട് വന്ന് കൊല്ലാൻ വേണ്ടി നീ എൻ്റെ തെറ്റാണ് ചെയ്തത്. ലാസ്റ്റ് വിഷയമാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹലോ സുരേഷ്, എനി റെസ്പോൺസ്? ഇല്ല ഡോക്ടറെ, എന്ത് ചെയ്യട്ട്? ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ ഒരിടം വരെ പോകണം, ഒരാളെ കാണാനുണ്ട്. Your phone ringing. Your phone ringing. Big... ഹലോ. എടാ ഞാനാണേ. എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തടാ. സേഫ് അല്ലേ? ഞാൻ സേഫാ. നീയാ? ഒരു ഹെൽപ്പ് ചെയ്യോടാ. ഒരു ഗുണ്ടയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. നിന്നെ കൊല്ലുകൂടാ. കൊല്ലാൻ പറ. ഡേ മുത്തു, അവൻ്റെ ലാസ്റ്റ് വിഷ് എന്താന്ന് കേട്ടോ? എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ ഏട്ടനെ കൊന്നതുപോലെ വേണം എനിക്ക് അവൻ്റെ മകൻ
എന്നെ തട്ടിക്കൊണ്ടുപോയി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു സേതു മൈ. ഗെറ്റ് ടു സൈബർ സെൽ ബ്രോ. നമ്മൾ കിടന്ന ബെഞ്ചില്ലേ, ഈ ഫോണോടെ വെച്ചേക്കാം. ചേട്ടാ ഈ ചിക്കൻ എത്രയാണ്? 169. ബീഫിനാ? ബീഫിന് 420. ചേട്ടാ ഈ മട്ടൻ്റെ വില എങ്ങനെയാണ്? മട്ടൻ 1000. അപ്പം താറാവാ? താറാവില്ല, നിങ്ങൾക്ക് ഏത് വേണോ? മട്ടൻ വേണോ, പോത്ത് വേണോ, ബീഫ് വേണോ? ചേട്ടാ ഞാൻ ചുമ്മാ വിലയൊക്കെ അറിഞ്ഞു വെക്കാൻ വേണ്ടി അതാണ് ഉദ്ദേശിച്ചത്. വില അവിടെ നോക്കിയത്, അവിടെ വില അവിടെ ഉണ്ട്. വില അറിയാവോ? അറിയാം. നീ ഏതാ? പറ. എന്താണ് മിസ്റ്റർ സേതു, രക്ഷപ്പെട്ടു പോയില്ലേ അവൻ? ഒരു കൊച്ചു ചെറുക്കനെ പിടിച്ചിട്ടാൻ പറ്റാത്ത താനൊക്കെ എന്ത് ഗുണ്ടയാടോ? നീയൊക്കെ തടിയന്മാരെ തീറ്റിപ്പൊന്നെ എന്തിനാടോ? കണ്ട കൊച്ചെറുക്കന്മാരെ നടിമേടിക്കും. കണ്ട കൊച്ചെറുക്കനോ? എൻ്റെ ഏട്ടനെ കൊന്ന കള്ള കഴിവേരുടെ മോനാണവൻ. വെറുതെ വിടണം അവനെ. ഒരു 15 മിനിറ്റ് കൂട്ടിക്കോ. അവനാ വീട്ടിൽ തിരികെ കയറിയ പിന്നൊരു ചുക്കും നടക്കില്ല. ചുറ്റിന് സ്നൈപ്പേഴ്സാ, അതോർത്തോ. യു ഇറസ്പോൺസിബിൾ പീസ് ഓഫ് സൈമ, ഗോപി കേറടാ. സ്കൂൾ വിടുന്ന 2:30, ട്യൂട്ടോറി 4 മണിക്ക്. ഞാനൊരു 3-3:30 ആകുമ്പോൾ ട്യൂട്ടോറി പോണ പെൺപിള്ളേരെ സൈറ്റ് അടിക്കാൻ അപ്പാലത്തിൻ്റെ അവിടെ കാണും. ഹായ് ത്രിഷ, സുഖമാണോ? സുഖം വേണോ? അങ്ങനെ ഒരു ദിവസമാണ് ന്യൂ അഡ്മിഷനായി വന്ന ആ പയ്യനെ ഞാൻ കാണുന്നത്. മരത്തലേനവിടെ നിൽപ്പുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചു. എൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടേ പോകും. വാ. ഹായ് പ്രിയ, എന്താന്ന് മിണ്ടാത്തെ? വാട്സപ്പിൽ ഞാൻ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. റിപ്ലൈ ഒന്നും കണ്ടില്ല. ഹേ മാലിനി, സുഖം തന്നെ? അല്ല, ഇന്നലെ ട്യൂഷൻ പോയില്ലേ? പനിയായിരുന്നു. ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇൻസ്റ്റാഗ്രാം ID മാറ്റിയായിരുന്നല്ലേ? ഇൻസ്റ്റാഗ്രാം യൂസർ എന്നൊക്കെ കിടക്കണേ. വെറൈറ്റി ആണോ? വിവരമില്ലെന്ന് മനസ്സിലായി. ഇനി ഇങ്ങനെ കളഞ്ഞിട്ട് പോടെ. ഇതേതാ പയ്യെ? ഇവനൊരു പണി കൊടുത്താലോ? അവിടെ ചെറുക്ക, കുജുറക്ക അവിടെ ഇല്ലടാ. ലോലിപ്പോപ്പ് ആണോ? തിന്നിട്ട് പോയാൽ നീ. ഒന്നൊന്ന് കൊച്ചുറക്കമാർക്ക് നമ്മളെ മൈൻഡില്ല. Boiled sugar confectionery, wrapped in cheap quality plastic, zero nutritional value. ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ സ്റ്റൊമക്ക് അൾസർ, ക്യാൻസർ മുതലായവ ഉണ്ടാവും. എനിക്കിത് വേണ്ട. ചേട്ടൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്.
നീ ലോലിപ്പോപ്പ് കഴിക്കൂലേ? കഴിഞ്ഞ ചത്തോടാ. നിനക്കിപ്പോ ഒന്നും പറയാല്ലേ? നിന്റെ നാവിറങ്ങിപ്പോയാ? പേരെന്താ നിന്റെ? ചേട്ടാ 3:57 ആയി. 4 മണിക്കിനെ ട്യൂഷനാ. 3 മിനിറ്റ്സ് കൂടെ അതുകൊണ്ട് നീ പേര് പറഞ്ഞിട്ട് പോയാ മതി. ഇങ്ങനെയാടാ പേര് പറയണത്? മുഖത്ത് കണ്ണി നോക്കി പറ. ക്വൈറ്റ് എ ക്യാരക്ടർ. അങ്ങനെ നമ്മൾ ചങ്ങായിമാരായി. ഇതിനകത്ത് പട്ടിയാ? ഇതെവിടെ നിന്ന്? ഇത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പട്ടിയാണ്. ശരിക്കും ഞാനായിരുന്നു അവൻ്റെ ടൈലുണ്ട്. നമ്മൾ പറയുമല്ലോ, ഏതോ ഒരാൾ വരുമ്പോൾ ലൈഫ് മൊത്തത്തിൽ മാറി മറിയുമെന്ന്. അത് നല്ലതിനും ആകാം, കെട്ടതിനും ആകാം. ഇൻ ഹിസ് കേസ് ഐ വാസ് എ സേവിയർ. കൊള്ളാല്ലേ? 200 രൂപ ഇടണമെങ്കിൽ നമുക്ക് അമ്മറോടെ കയറി കളിക്കാൻ പറ്റും. പിന്നല്ല ഇത് കണക്കിടക്കെ വന്നാലടാ നമുക്ക് എവിടെയെങ്കിലും വരാം. അത് തന്നെ ഞാൻ പറഞ്ഞ. ഇത് വെച്ചോ, എപ്പോൾ വേണേലും വിളി വരും, എടുത്തോളണം. പിന്നെ എവിടെ പോണേലും കൂടെ കരുതിക്കോ. എടാ അപ്പൊ സ്കൂളിലാണെങ്കിലാ? സ്കൂളിലാണെങ്കിലും. എടാ പോടാ, അതെങ്ങനെ? അതൊക്കെ അങ്ങനെ. ഒരിക്കൽ കൂടി എടാ എന്ത് വിളിച്ചാ? വാടാ, എനിക്ക് പോണം. മാത്സ് ക്ലാസ് ഉണ്ട്. അപ്പൊ സിനിമ കാണാൻ പോവാ. എടാ മാത്സ് ക്ലാസ് ഉണ്ട് എനിക്ക്. ക്ലാസ് ഒക്കെ വിടും, നമുക്ക് സിനിമ. നമ്മളിപ്പോ ഇവിടെ എന്തിനു വന്നെന്നറിയാ? സൈറ്റ് അടിക്കാൻ. ഞാൻ പറയണ പെണ്ണിന് നീ സൈറ്റ് അടിക്കും, മനസ്സിലായോ? വേണോ? വേണം. നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കൊച്ചുങ്ങളെ പിന്നെ എങ്ങനെ ഉണ്ടാക്കണേ നാണം വെച്ച്? ആ കൊച്ചിനെ കണ്ട പൂജ. ഹായ് പൂജ എന്ന് പറ. പറ. ശ്വാസം എടുക്കാതെ പറയടാ. പോ പറ. പോണേന് മുമ്പേ പറയടാ. ഹായ് പൂജ. ഇങ്ങനെയാടാ ഹായ് പൂജ എന്ന് പറയണ. അകത്തേന്ന് വരട്ടാ. ഒരു കോൺഫിഡൻസോടെ പറ. ആ കൊച്ചിനെ കണ്ട, ആ കൊച്ചു പാവമാണ്. അവളെ നിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും കേൾക്കും. അവളുടെ അടുത്ത് പോയി പറ ഹായെന്ന്. പറ്റൂലെന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? പോ. ഹായ്. ഇങ്ങനെ പേടിക്കല്ലടാ. കരയില്ലേ? പിന്നെ എവിടെടാ പോണ? അവൻ നല്ലതുപോലെ എഴുതുമായിരുന്നു, മോസ്റ്റ്ലി ആർട്ടിസ്റ്റിക്. അവനതെന്നെ കാണിക്കും. നോക്കിയേ. ഇതെന്താ കൊള്ളാലോടാ? ഇതെന്താ സംഭവം? ഞാൻ എഴുതിയതാ. നീ എഴുതോ? ആ. നിനക്കിത് ബിസിനസ് ആക്കിക്കൂടെ? പൈസ കിട്ടും. തന്നെ? പിന്നല്ല. അവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. എനിക്ക് അന്നേ അയാളെ സംശയം ഉണ്ടായിരുന്നു. ആരെ? ചേട്ടാ, നിങ്ങൾക്ക് എങ്ങനെ ഈ ജോലി കിട്ടിയേ? അതൊന്നും പറയാൻ പറ്റില്ല, കമ്പനി പോളിസി. എന്ത് കമ്പനി? എൻ്റെ പൊന്ന് കേട്ടാ അമീലൊരു ഫ്രോഡാ. അയാൾ എത്ര പേരെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയൂല. പോടാ. ചേട്ടാ, നിങ്ങൾ ആരാ? കെയർ ടേക്കർ. ആരുടെ? ഒറ്റയ്ക്ക് താമസിക്കുന്ന സൈക്കോളജിക്കൽ ഡിഫൻസ് ഉള്ള ഒരു പയ്യൻ്റെ. നിങ്ങൾക്കറിയോ, അവൻ ഡിലൂഷനിലാണ്. അച്ഛനില്ലാതെ വളർന്നൊരു ചെക്കൻ. 2 കൊല്ലം മുമ്പ് അവൻ്റെ അമ്മ അവനെ ഹോസ്റ്റലിലാക്കിയിട്ട് US പോയി. ഹി വാസ് എ ടാലന്റഡ് റൈറ്റർ. ഇന്നവൻ ആരുമല്ല, ഡിലൂഷൻസിൻ്റെ ഇടയിൽ ജീവിക്കുന്ന വെറുമൊരു നോർമി. ഈ ഡെലൂഷൻ എന്താ? എനിക്ക് ഇംഗ്ലീഷ് അത്ര എറോട്ടോമാനിയാക് ഡെലൂഷണൽ ഡിസോർഡർ. എനിക്ക് അറിഞ്ഞൂടാ. ഒരു തരം ഭ്രാന്ത്. ചേട്ടാ, ഈ ജോൺ ഹിംഗ്ലി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ആരടാ? ഒരു ഭ്രാന്തൻ. അവൻ്റെ അതേ ഭ്രാന്തുള്ള ഒരുത്തൻ. അവനെന്താ ചെയ്തതെന്നറിയോ? എനിക്കെങ്ങനെ അറിയേ? ജോഡി ഫോസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമാ നടി. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് കരുതി പിന്നാലെ നടന്ന് സ്റ്റോക്ക് ചെയ്ത് കത്തുകൾ എഴുതിയ ഒരുത്തൻ. അത്ര ഉള്ള? ഞാനൊക്കെ എത്ര കത്തയച്ചേക്കണ്. നവ്യ നേർക്കും മഞ്ജു വാര്യർക്കും ഒക്കെ. ആര് റിപ്ലൈ അയച്ചില്ലെന്ന്. ഇനിയിപ്പോ പുതിയ പിള്ളേരെ നോക്കണം. അവിടെ കൊണ്ടായില്ല. ഒടുവിൽ അവളെ ഇംപ്രസ് ചെയ്യാൻ പ്രസിഡന്റിനെ വരെ കൊല്ലാൻ അവൻ തുനിഞ്ഞായി. പഞ്ചായത്ത് പ്രസിഡന്റ്
റൊണാൾഡ് റീഗൻ, അമേരിക്കൻ പ്രസിഡന്റ്. എന്തെല്ലാം നടന്നു? ജസ്റ്റ് മിസ്, അയാൾ രക്ഷപ്പെട്ടു. അതല്ല, ആ സിനിമ നടിക്ക് അവനെ ഇഷ്ടപ്പെട്ട. അപ്പോൾ എറോട്ടോമാനിക് ഡിലൂഷണൽ ഡിസോർഡർ. ഫാന്റസിയിലെ പെൺകുട്ടിക്ക് വേണ്ടി കത്തുകൾ എഴുതി കാത്തിരുന്ന ഒരു ഫെയിൽ ലവ് സ്റ്റോറി മെനഞ്ഞ് അവളുടെ വരവും കാത്തിരുന്ന ദിവസങ്ങളോളം അലഞ്ഞവനാണവൻ. ഞാൻ അവനെ ഈ സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്ത്. ഐ സജസ്റ്റ് നിങ്ങൾ ആ സൈക്കോളജിസ്റ്റിനെ അറിയിക്കാതെ അവനെ പോയി ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ എന്തേലും കടുങ്കൈ ചെയ്ത് കാണും. മൈക്കിൾ സ്കോഫീൽഡ്. ഒരു പ്രിസൺ ബ്രേക്കിന് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രാക്ഷനാണ്. എനിക്കത് മദ്യമായിരുന്നു. മദ്യത്തിൻ്റെ പേരിൽ ഞാനിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ജവാദ് ഖാൻ എന്ത് പറഞ്ഞാലും വിഴുങ്ങി വിശ്വസിക്കുന്നൊരു മനുഷ്യൻ. അണ്ണാ അതാ അവൻ്റെ വണ്ടി. സുരേഷ്, നീയോ? ആ പയ്യനെ കാണാല്ലേ, എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. വാ. ഡോക്ടറെ, ഞാൻ ഈ കോട്ടപ്പുറം വേലായുധനെ പറ്റി കേട്ടിട്ടുണ്ടോ? പണ്ട് തട്ടുകടയിൽ പൊറോട്ട ഗ്രേവി പറഞ്ഞു പോയതിന് കടക്കാരനെ പണിക്കാരനെ എന്തിന് പൊറോട്ട അടിക്കണ ബംഗാളി വരെ കുത്തിയ മുതലാ സാറേ. താൻ ഈ കോട്ടപ്പുറം സുരേഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ജുവനയിൽ നിന്നിറങ്ങി കലിമാറാണ്ട് കർണത്തടിച്ചൊരു പീക്കിരി പയ്യനെ തേടിയുള്ള യാത്ര. ഒടുക്കം അവൻ്റെ കെയർടേക്കറായി എത്തിയ സുരേഷിനെ മാത്രമേ തനിക്കറിയൂ. എന്തൊക്കെയാടേ പറയണേ? ആ പയ്യനെ വേണോ? എന്നാൽ നമുക്ക് കണ്ടെത്തണം. വാ. എൻ്റെ തന്തയെ പോലെ ഒരുത്തനെ തല്ലാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അതുകൊണ്ട് പറ ഡോക്ടറെ, ആ പയ്യനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചേക്കണം? എടാ, ബ്രോ ഇവിടെ തരാൻ പറഞ്ഞു. അണ്ണാ അവൻ പോയി കാണും. ഗോപി, ആ ലൊക്കേഷൻ ഇട്. തുരങ്കമെങ്കിൽ തുരങ്കത്തിൽ പോയി പൊക്കുക. സൈമ അണ്ണ വെച്ചു വിളമ്പ കൂടെ ഒന്ന് ഗുണ്ടകളത്തല്ല, വേണേ വെറുതെ നോക്കി നിൽക്കാം. പക്ഷേ ഈ തുരങ്കത്തിൽ ഇറങ്ങാനൊന്നും എന്നെ കൊണ്ട് ഒക്കൂല അണ്ണ. സത്യമായിട്ട് മായാവി ഗുഹ പോലും ഞാൻ കയറിയിട്ടില്ല അണ്ണ. മോനെ, അണ്ണനാണ്. പണി തരട്ടാ. ഓടി 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 വാ. ഈ തുരങ്കത്തിൽ കയറോ? അണ്ണ നിങ്ങൾക്ക് വേണ്ടി തുരങ്കത്തിലല്ല, എവിടെ ഇറങ്ങും ഞാൻ? എന്താടാ അവനെ കിട്ടിയാ? എടാ നേരെ നോക്കടാ. സാർ, അവൻ ആ സേതുവിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിയിട്ടുണ്ട്. ഇനി അവനെ നമ്മുടെ പയ്യന്മാരെ ഡീൽ ചെയ്തോളൂ. പിന്നെ ആ ഡോക്ടർ, അവനെ ഞാൻ വിളിക്കണോ സാറ് വിളിക്കുന്നോ?
ആ ഫോണും കാടാ. വേണ്ട, അതെനിക്കുള്ള കോളാ, എടുക്കരുത്. Hello Miller, Anda menggalami masa yang sukar dan Anda tahu sebabnya. Ia adalah satu tugas yang mudah untuk memastikan bahawa budak lelaki itu selamat di dalam rumah. Dengan semua kemudahan dan etika profesional. Tetapi Anda gagal untuk mengiktiraf apa yang dia mampu. Kamu meremehkan identitinya, kamu meremehkan keturunannya. Anda jelas terlupa apa yang dipertaruhkan. Ucapkan selamat tinggal kepada keluarga Anda Miller. Permainan berakhir. ഇന്റർനാഷണൽ കോൾ. ഹലോ. Anda pasti akan memahami suara ini Setu. ചത്തുപോയതിന്റെ തന്തപ്പടി എന്നെ കാണിക്കാം. Adakah Anda tahu kesilapan yang Anda lakukan? Awak gagal mengenali anak saya. Dan jika Anda tahu siapa saya, awak bertua Setu. Ini adalah panggilan rapat jika sesuatu telah berlaku kepada anak lelaki saya. Anda akan mendapat nasib abang Anda. നീ എന്റെ നമ്പർ പറഞ്ഞില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ? നീ കാര്യം പറ. ഇനി ഞാൻ പറയണ ശ്രദ്ധിച്ചേക്ക്. ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ട്രെയിൻ വന്ന് നിർത്തും. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ബോഗിയിൽ ഒരാൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇന്ന് തന്നെ നിനക്ക് മലേഷ്യയിൽ പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് അപ്പ് ടു യു ടു ഡിസൈഡ്. ഞാൻ മദ്യപിക്കാറില്ല. ഇനി ഒരുപാട് നാളേക്കെങ്കിലും ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ മിസ് ചെയ്യും. ചിലതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. ஹலோ அண்ணா, ஃப்ராங்கோ உயிரோடு இருக்கு. ஹீ இஸ் பேக்.